നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി വിചാരസഭ നടത്തുന്ന CBSE ICSE ക്ലാസ് 7ൻ്റെ സുഗമ ഹിന്ദി എക്സാം ഗൈഡാണ് പരിചയപ്പെടുത്തുന്നത്. 2025 നവംബർ 29 എക്സാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരത് കാണുക. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം കൊടുത്തിരുന്നത് പാരഗ്രാഫ് തന്നിട്ട് എഴുതാനുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോ സെക്ഷൻ വെച്ച് നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. അതായത് 3 ക്വസ്റ്റ്യൻ മോഡൽ നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കുക. അതിൽ ആദ്യത്തേൽ 3 പാരഗ്രാഫ് തന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം ആദ്യം എടുക്കുക. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ പഠിച്ചു പോയാൽ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഒന്നാമത്തെ ചെയ്യുക, അതിൻ്റെ കൂടെ രണ്ടാമത്തെ റോമിറ്റിൽ വരുന്ന 5 സമാനാർത്ഥി പദം, അടുത്ത മൂന്നാമത്തെ റോമിറ്റിൽ നിന്ന് വീണ്ടും 5, അങ്ങനെ ഓരോ 5 റോമിറ്റ് വീതം എന്ത് ചെയ്യുക, റോമിറ്റിൽ വരുന്ന 5 വാക്കുകൾ വീതം എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഫുള്ളും നിങ്ങൾക്ക് കവർ ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി വായിക്കാം. പേജ് നമ്പർ 12 വായിക്കുന്നത്. അതിൽ സംഗീതവും വികസിത കർക്ക് ഏക ലഘു നിബന്ധ തയ്യാർ കീജിയെ. ഇവിടെ ഒരു ലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹമാര ദേശ് ഭാരത്. അപ്പോൾ ഇവിടെ 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുമായി ബന്ധപ്പെട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ ഗൈഡിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ വരത്തുള്ളൂ. അപ്പോൾ വേറെ പുറത്തുനിന്നൊന്നും ചോദിക്കാറില്ല. ഓർഡർ മാറിയായിരിക്കും വരുന്നത്, പക്ഷേ മെത്തേഡെല്ലാം ഇത് തന്നെയാണ്. ക്വസ്റ്റ്യൻ മോഡലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹമാര ദേശ്, ഇവിടെ പോയിന്റ് ഭാരത് ദേശ് മഹാൻ. ഭാരത് നമ്മുടെ ദേശമാണ്, മഹത്തായ ദേശമാണ്. ഭാരതിക്ക് ഭൗഗോളിക സ്ഥിതി കാ വർണ്ണൻ, ഭാരതത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് വർണ്ണിക്കുന്നു. ദേശിക്ക് സംസ്കൃതി, നമ്മുടെ സംസ്കാരം. മഹാപുരുഷോ കി ധർത്തി, മഹാപുരുഷന്മാരുടെ ഭൂമിയാണ് നമ്മുടെ ഈ ഭാരത ഭൂമി. ഭാരത് ഹമാര ദേശ് ഹെ, ഭാരതം നമ്മുടെ ദേശമാണ്. യഹ് ഏക് ശ്രേഷ്ഠ ദേശ് ഹെ, ഇതൊരു ശ്രേഷ്ഠമായ ദേശമാണ്. ഭാരതಕ್ಕೆ ഉത്തർമേ ഹിമാലയ പഹാഡ് ഹെ, ഭാരതത്തിൻ്റെ ഉത്തരദിക്കിലാണ് ഹിമാലയ പർവ്വതം. ഇസ്കെ ചാരോ ഓർ സമുദ്ര ഹെ, അതിൻ്റെ 4 ചുറ്റും സമുദ്രമാണ്. ഇസെ സോനിക്ക് ചിടിയ കാക്കർ പുക്കാര ജാത്ത ഹെ, ഇതിന് സ്വർണ്ണക്കിളി എന്നാണ് അറിയപ്പെടുന്നത്. ഇസ് ധർത്തി പർ രാം, കൃഷ്ണ, ബുദ്ധ, മഹാവീർ ഓർ ആദി മഹാപുരുഷോനെ അവതാർ കിയ. അപ്പോൾ നമ്മുടെ ഈ മാതൃഭൂമിയിലാണ് രാമനും കൃഷ്ണനും ഭഗവാൻ ബുദ്ധനും മഹാവീറും ശ്രീകൃഷ്ണൻ എല്ലാവരും മഹാപുരുഷന്മാരെല്ലാവരും ജനിച്ചത് നമ്മുടെ ഈ ഭാരതഭൂമിയിലാണ്. യഹ് ധർത്തി ലക്ഷ്മിബായി ശിവജി ജയ്സെ വീരോ കി ജന്മഭൂമി ഹെ, അപ്പോൾ നമ്മുടെ ഈ ഭൂമി എന്നുള്ളത് ലക്ഷ്മിബായിയുടെയും ശിവജിയുടെയൊക്കെ വീരഭൂമിയാണ്. ഗാന്ധിജി നെഹ്റു ജയ്സെ ദേശഭക്തോനെ ജന്മിലിയ, ഗാന്ധിജി നെഹ്റു മറ്റ് ദേശഭക്തിമാരെല്ലാം ജന്മം കൊണ്ടത് നമ്മുടെ ഈ മാതൃഭൂമിയിലാണ്. ഭാരത് കി സംസ്കൃതി പ്രാചീനേവം മഹത്വപൂർണ്ണ ഹെ, ഭാരതത്തിൻ്റെ സംസ്കാരം എന്നത് വളരെ മഹത്വപൂർണ്ണമാണ്. ഹം സബ് ഭാരതവാസി ഹെ, നമ്മളെല്ലാവരും എന്താണ്, ഭാരതവാസിയാണ്. इसलिए हमारा कर्तव्य है कि निजी स्वार्थता को त्याग कर भारत की एकता के लिए प्रयास करें. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ദേശിക്ക് പ്രഗതി മേ ഹി ഹമാരി പ്രഗതി ഹെ, ദേശത്തിൻ്റെ ഉയർച്ചയിലാണ് നമ്മുടെ ഉയർച്ച. അപ്പോൾ നിങ്ങളുടെ ഭാരതത്തെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെയൊക്കെ പോയിന്റ് നിങ്ങൾക്ക് കവർ ചെയ്ത് എഴുതാൻ പറ്റും കേട്ടോ. അടുത്ത സമാചാരപത്ര, ന്യൂസ് പേപ്പർ. സമാചാരപത്ര സമാജ് കാ ദർപ്പണ ഹോത്താ ഹെ, സാമൂഹ്യ പത്രം എന്ന് പറഞ്ഞത്, അതായത് വർത്തമാന പത്രം എന്ന് നമ്മുടെ കണ്ണാടിയാണ്, ലോകത്തിൻ്റെ മാതൃകയാണ്, കണ്ണാടിയാണ്, ലോകത്തിലെ എല്ലാ വിവരങ്ങളും അറിയിക്കുന്ന ഒരു മാധ്യമമാണ് പത്രം. जो हमें दुनिया भर की घटनाओं और गतिविधियों से अवगत कराता है, ലോകത്തുള്ള എല്ലാ സംഭവങ്ങളെയും കാഴ്ചപ്പാടുകളെല്ലാം കാണുന്നത് നമുക്ക് പത്രങ്ങളിലൂടെയാണ്. यह हमारे ദൈനിക ജീവൻ കാ മഹത്വപൂർണ്ണ ഹിസ്സ ഹെ, നമ്മുടെ ദൈനിക ജീവിതത്തിലെ ഒരു മഹത്തമായ ഒരു പങ്കാണ്. സമാചാര പത്ര കാ ഇതിഹാസ് ബഹുത്ത് പുരാന ഹെ, ഇതിൻ്റെ ചരിത്രം എന്നുള്ളത് വളരെ പുരാണമാണ്. ഹിന്ദി കാ പഹല സമാചാര പത്ര ഉത്ഥണ്ട് മാർത്താണ്ഡ് ഹെ, ഹിന്ദിയിലെ ആദ്യ ന്യൂസ് പേപ്പറാണ് ഉത്ഥണ്ട് മാർത്താണ്ഡ്. സമാചാര പത്രവും കി സബ്സെ ബഡി വിശേഷത ഉൻകി വിവിധത ഹെ, പത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച്, ലോകത്തുള്ള എല്ലാ സംഭവങ്ങളെക്കുറിച്ച് ഓർത്തിണക്കുന്ന ഒരു മാധ്യമമാണ്. വിഭിന്ന പ്രകാർ കി ഖബറേം പ്രദാൻ കർത്തെ ഹെ, പലതരത്തിലുള്ള വാർത്തകൾ നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. ജൈസെ രാഷ്ട്രീയ, അന്തരാഷ്ട്രീയ, ഖേൽ, വ്യായാം, മനോരഞ്ജൻ, ശൈക്ഷിക്, വിജ്ഞാൻ, സ്വാസ്ഥ്യ ആദി. അപ്പോൾ എന്തൊക്കെ അറിയാൻ പറ്റും, രാഷ്ട്രീയവും അന്തരാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. ഖേൽ കളികൾ, വ്യായാമം, പിന്നെ എൻ്റർടൈൻമെൻറ്റ് പരസ്യങ്ങൾ കാര്യങ്ങൾ, ശൈക്ഷിക വിദ്യാഭ്യാസങ്ങളെക്കുറിച്ചുള്ളത്, വിജ്ഞാൻ സയൻസ്, സ്വാസ്ഥ്യ ആരോഗ്യം എന്നിവയുടെ എല്ലാ വിവരങ്ങളും നമുക്ക് പത്രത്തിലൂടെ അറിയാൻ പറ്റും. समाचार पत्र ജന്മമത നിർമ്മാണ का एक महत्वपूर्ण स्थान भी है, സാധൻ भी है. നമ്മുടെ നിലനിൽപ്പിന് വളരെയധികം, നമ്മുടെ നല്ല സ്വഭാവ രൂപീകരണത്തിന് ഒരു വഴികാട്ടിയാണ് നമ്മുടെ പത്രം.
इसके अतिरिक्त समाचार शिक्षा के क्षेत्र में भी महत्वपूर्ण भूमिക निभाता है. അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഇത് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. छात्रों को सामान्य ज्ञान बढ़ाने और ഭാഷാ കൗശൽ സുധാർനെ में मदद करता है. കുട്ടികളുടെ സാമൂഹികമായ അറിവ്, പൊതുവായിട്ടുള്ള അറിവ് വർദ്ധിപ്പിക്കാനും ഭാഷകൾ വായിക്കാനും എഴുതാനുള്ള ഒരു സഹായം നമുക്ക് പത്രത്തിലൂടെ കിട്ടും. അതായത് ന്യൂസിലൂടെ നമുക്ക് വായിക്കാനും എഴുതാനുള്ള സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. आज के इस डिजिटल युग में भी समाचार पत्र एक सशक्त माध्यम है. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ പത്രം വളരെ സഹായമാണ്. സമാചാർ പത്രവും കാ മഹത്വ സദൈവ് ബനാ രഹേഗ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒരു സുഹൃത്തിനെ പോലെ എന്ത് ചെയ്യുക, കാണുക. അപ്പോൾ ഈ രണ്ട് നിബന്ധന നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതാൻ കിട്ടും. അടുത്ത സംവാദമാണ്. ഇവിടെ 2 സംവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരുന്നത്. പിന്നെ വരുന്ന പോസ്റ്ററാണ് പരസ്യം. ആ പരസ്യം 2 കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത സംവാദം നോക്കാം. ഭീഷണ ഗർമക്കെ ബാദ് ആയ ബാരിഷ് കാ മൗസം. നല്ല ചൂട് കാലത്തിന് ശേഷം വന്നൊരു മഴ. ഐസി സുഹാനി മാഹോൽ മേ ദോ മിത്രോം കാ വാർത്താലാപ്. അപ്പോൾ ഈ സുന്ദരമായ വേളയിൽ 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണമാണ് പറയുന്നത്. ദീപ് പറയണം, ഹലോ അങ്കൂർ ക്യാ കർ രഹാ ഹെ. ഹലോ അങ്കൂർ, എന്താ ചെയ്യുന്നത്? അപ്പോൾ അങ്കൂർ, യാർ ബാരിഷ് കാ മസാ ലൂട്ട് രഹാ ഹോ. ഞാൻ മഴയെ ആസ്വദിക്കുകയാണ്. ദീപക്, ബരാമദേ മേ ബൈഠി ഹി ക്യാ മസാ ലൂട്ടാ ജാത്താ ഹെ. പോർച്ചിലിരുന്നു കൊണ്ട് നല്ല രസമുണ്ട്. തോ ഓർ അരേ ഛോഡ് യാർ ചൽ ചലെ സൈക്കിൾ ഉട്ടാ. നമുക്ക് സൈക്കിൾ എടുക്കാം. ഷഹർ കാ ചക്കർ ലഗാക്കർ ആത്തേ ഹെ. നമുക്ക് ടൗണൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. നഹി യാർ സടക്കേം പാനീസെ പർ ഗയി ഹോഗി. വേണ്ട സുഹൃത്തെ, റോഡുകളൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞു കാണും. കൈ സ്കൂട്ടറേയും ഫസി പടി ഹോഗി. കുറേ സ്കൂട്ടറൊക്കെ വെള്ളത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. തഫീത്തോ കഹിരഹാഹു. അതുകൊണ്ടാണ് പറയുന്നത് ചൽ മൗജിലേക്കർ ആയെങ്കിൽ. നമുക്കൊന്ന് ആനന്ദിച്ചിട്ട് വരാം, ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ये सीन बिना बारिश के थोड़ी मिलेगा. वही तुझे രാംകിഷൻ കെ പക്കോഡെ ഭി ഖിലായേഗ. അപ്പോൾ ഈ മഴയത്ത് സൈക്കിൾ ചവിട്ടുക എന്നുള്ളൊരു ആനന്ദകരമായൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് അവിടുത്തെ ഒരു ചായക്കടയിൽ പോയി, അതായത് രാംകിഷൻ്റെ പക്കോട കടയിൽ പോയി നമുക്ക് എന്ത് ചെയ്യാൻ, എന്തെങ്കിലും കുറുകുറുക്ക് എന്തെങ്കിലും കഴിക്കാം. യഹ് ഹുയീനാബാദ്. അതല്ലേ കാര്യം. പക്കോടേക്ക് നാം പർത്തോ കഹീഫി ചലനേക്കോ തയ്യാർ ഹോ. വട എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ റെഡി ആവാമെന്നും പറഞ്ഞ് വട വാങ്ങാൻ വേണ്ടി സൈക്കിൾ ചവിട്ടി പോവുകയാണ്. ചൽ മേരി സൈക്കിൾ തോ ബാഹർ കടി ഹെ. എൻ്റെ സൈക്കിൾ പുറത്തിരിക്കുകയാണ്. ടഹർ മമ്മി സെ പൂച്ചുലു. നിൽക്ക്, മമ്മിയോട് ചോദിക്കട്ടെ. വാവ് ബേട്ട മമ്മി മുझे ജാനേ ദേങ്കെ. കൊള്ളാം, ഇപ്പം തന്നെ അമ്മയുടെ ചോദിച്ചാലും മതി, മഴയത്ത് അമ്മ വിടും. തൂ ടഹർ മേ അഫി മാമല സെറ്റ് കർക്കെ ആത്താ ഹോ. നീ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ അമ്മയെ പൂശി പറക്കിയിട്ട് വരാം. ആ ജാ ജൽദി സെ, പെട്ടെന്ന് വരിക. ഐസാ മൗക്ക ഫിർന ഹാത്തായേക. ഇങ്ങനൊരു അവസരം നമുക്കിനി കിട്ടത്തില്ല. ഓർ ആ ഗയാ തോ ഫിർ ഹം നാ ഹോഗെ. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും വേണ്ട, പറയേണ്ട കാര്യമില്ല. ടീക്ക്. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള സംവാദം. അടുത്ത സ്കൂൾ സേ കന്യാകുമാരി തക്ക് ഏക്ക് വിനോദയാത്ര ജാ രഹാ ഹെ. സ്കൂളിൽ നിന്നൊരു വിനോദയാത്രയ്ക്ക് കൊണ്ട് പോവുകയാണ്, കന്യാകുമാരിയിലോട്ടാണ്. ആപ്പ് ഉസ്മേ ഭാഗ് ലേനെ ചാത്തേ ഹെ. അപ്പോൾ നിങ്ങളും അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിതാജി ഓർ ബേട്ടയ്ക്ക് ബീച്ച് കാ സംഭാവിത വാർത്താലാപ്. അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണം. ബേട്ട, പിതാജി ആപ് ക്യാ കർ രഹേ ഹെ. അച്ഛൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിതാജി പറയാണ്, മേ യഹ് കിതാബ് പഠ് രഹാ ഹോ. ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാ ബാത്ത് ഹെ. എന്താ കാര്യം? തും കുച്ച് കാനാ ചാത്തേ ഹോ നാ ഐസാ ലഗ് രഹാ ഹെ. നീ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. അല്ല, നീ വിശേഷമൊക്കെ ചോദിക്കുന്നു, എന്ത് ചെയ്യുന്നൊക്കെ സാധാരണ അങ്ങനെയും ചോദിക്കാറില്ലല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാറുമ്പോഴാണ് നമ്മളെന്ത് പാരൻസിൻ്റെ അടുത്തൊക്കെ മിണ്ടുന്നത് അല്ലേ. അപ്പോൾ അവനോട് ടൂർ പോകണം. അപ്പോൾ അച്ഛനോട് കുശലം ചോദിക്കുകയാണ്. ജി പിതാജി, ഹമാരെ സ്കൂൾ സേ ഏക്ക് വിനോദയാത്ര കാ ആയോജൻ കിയാ ജാ രഹാ ഹെ. അതെ അച്ഛാ, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അച്ഛാ, യഹ് തോ ബഹുത് അച്ചി ബാത്ത് ഹെ. കഹാ ജാ രഹേ ഹോ. അച്ഛാ, ഓഹോ, യഹ് തോ ബഹുത് അച്ചി ബാത്ത് ഹെ. നല്ല കാര്യമാണല്ലോ. കഹാ ജാ രഹേ ഹോ. എവിടെയാണ് പോകുന്നത്? കന്യാകുമാരി. അഗലെ ഹഫ്തെ ശനിവാർ കോ. അടുത്ത ആഴ്ച സാറ്റർഡേ. മേ ഭി ജാനാ ചാത്താ ഹൂം. എനിക്കും പോകണം. അച്ഛാ, കിത്തനെ രൂപേ ഹെ. എത്ര രൂപയാണ്? അപ്പോൾ മോൻ പറയാണ് 1500. 150. അല്ല, 1050. ठीक है, तुम भी जाओ लेकिन इतने पैसे. പക്ഷെ നീയും പോയിക്കോ, പക്ഷെ ഇത്രയും രൂപ. യാത്രയ്ക്ക് ടിക്കറ്റ്, ഖാനെ പീനെ ഓർ കുച്ച് അന്യ ഖർച്ച് കെ ലിയെ. ഇത്രയും പൈസ വേണോ? അപ്പോൾ ടിക്കറ്റിനും കഴിക്കാനും കുടിക്കാനും പിന്നെ മറ്റെന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ അതിനെല്ലാം എടുക്കാം.
ठीक है पैसे मैं कल दूंगा तुम जाने की तैयारी कर लो പൈസയൊക്കെ ഞാൻ തരാം നീ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോളൂ पर अपनी सुरक्षा का ख्याल रखना നീ നിൻ്റെ സുരക്ഷ നോക്കിക്കോണം നീ നിന്നെ സൂക്ഷിച്ചോണം ധന്യവാദ് പിതാജി मैं पूरा ध्यान रखूंगा ശരി അച്ഛ ഞാൻ എന്നെ പൂർണ്ണമായിട്ട് സംരക്ഷിച്ചോളാം അച്ഛ നയി ചീസേ സീഖ്നേക്ക് കോഷിഷ് കർണ ഓരോ യാത്രയിലൂടെയും നമുക്ക് പുതിയ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ठीक है പിതാജി ശരി അച്ഛ അടുത്ത പോസ്റ്റാണ് सूती वस्त्रों पर छूट देने वाली कंपनी का विज्ञापन बनाए जो पहचान पत्र लिखने पर विद्यार्थी को 10% की छूट है सूती वस्त्रों की दुनिया में धमाका सूती वस्त्र बनाने और बेचने वाली कंपनी अपनापन की स्तुति आकर्षक पक्के और मनपावन रंग विद्यार्थियों को 10% की आकर्षक छूट पहचान पत्र दिखने पर संपर्क करें रश्मि वस्त्रालय एर्णाकुളം सबकी पसंद अपनापन वस्त्र लास्ट വരുന്നത് बाजार में न्यू നോട്ട്ബുക്സ് നാം കെ एक नया ബുക്സ് ആനെ വാല ഹെ ന്യൂ ബുക്ക് എന്ന പേരിലൊരു ബുക്ക് വരെയാണ് അതിനെക്കുറിച്ചുള്ളൊരു പരസ്യം നേരത്തെ ഡ്രസ്സിൻ്റെതായിരുന്നു ന്യൂ നോട്ട്ബുക്ക് ന്യൂ സൂപ്പർ क्वालिटी मजबूत और आकर्षक कवर सुव्यवस्थित पेज नंबरिंग पुनरुपयोग किए गए कागज़ से बने न्यू नोटबुक क्योंकि आपकी शिक्षा हमारी कर्तव्य कम दाम में 20 रुपये से आज ही खरीदे अपने ध्यान बचाए अधिक मज़ेदार അപ്പോൾ ഇത്രയാണ് നമ്മുടെ സുഗമയ്ക്ക് വരുന്നത് അപ്പോൾ എല്ലാ ചാപ്റ്ററും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക ഫുള്ള് ഗ്രാമറാണ് വരുന്നത് ഇതേ രീതി തന്നെയാണ് തുടർന്നുള്ള ക്ലാസ്സുകളും വരുന്നത് ഇപ്പോൾ സുഗമ ഹിന്ദി പരീക്ഷ എഴുതുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പ്രഥമ ദൂസരിയൊക്കെ ക്ലാസ്സുകളുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഥമ എഴുതിയില്ലെങ്കിൽ നേരിട്ട് ദൂസരിയൊക്കെ എഴുതാം പിന്നെ രാഷ്ട്രം പ്രവേശം ഭൂഷൺ സാഹിത്യരയൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്കൂളുകളൊക്കെ അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഒരുപാട് ഗ്രാമർ പഠിക്കാം കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതുക ഈ 2 വീഡിയോ നന്നായിട്ട് പഠിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെയൊക്കെ ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്തേ